നമസ്കാരം, എല്ലാവരെയും പാചകത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നൊരു അറബിക് ബ്രെഡ് റെസിപ്പിയാണ് കുബൂസ് അഥവാ പീറ്റ ബ്രെഡ്. ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ മാവ് തയ്യാറാക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മാവ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഗോതമ്പ് പൊടിയും മൈദയും സമാസമാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ 150 ഗ്രാം മൈദ എടുക്കുന്നുണ്ട്, അതായത് 1 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ. പിന്നെ 150 ഗ്രാം ഗോതമ്പ് പൊടി, അത് 1 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് വയ്ക്കാം. ഇനി വേറൊരു ബൗൾ എടുക്കാം. അതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ഒഴിക്കണം. ഞാനിവിടെ 3/4 കപ്പ് പ്ലസ് 2 ടീസ്പൂൺ ആ ഒരളവിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്, അതായത് 190 മില്ലി വെള്ളം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് നമ്മൾ ഉപയോഗിക്കുന്ന പൊടിയുടെ ബ്രാൻഡിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും, അത് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇളം ചൂടുള്ള വെള്ളം തന്നെ എടുക്കണം, കാരണം നമ്മളിതിലേക്ക് ഈസ്റ്റ് ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റിന് പകരം ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിലേക്ക് പൊടി ചേർക്കുന്നതിന് മുമ്പ് അതൊന്ന് പതഞ്ഞു പൊങ്ങി വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒലിവ് ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഒലിവ് ഓയിൽ, അതിന് പകരം സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ തവിടെണ്ണ, അങ്ങനെ ഫ്ലേവർ ഇല്ലാത്ത ഏതെങ്കിലും എണ്ണ ഉപയോഗിക്കാം. എന്നിട്ട് ഇതിലേക്ക് പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിലുള്ള മാവായിട്ടാണ് വേണ്ടത്. ഒത്തിരി അങ്ങ് സ്റ്റിക്കി ആവാനും പാടില്ല, കൂടുതൽ ഡ്രൈ ആവാനും പാടില്ല. ഇതേപോലെ ഒരു മാവായി വന്നു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒരു 4-5 മിനിറ്റ് ഈ മാവ് നല്ല സ്മൂത്തായി വരുന്നവരെ ഒന്ന് കുഴച്ചെടുക്കുക. ഇപ്പം മാവ് ഇവിടെ നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട്. ഇനി ഈ മാവ് ഫെർമെൻറ്റേഷന് വേണ്ടി മാറ്റി വയ്ക്കണം. നമ്മുടെ പാത്രത്തിൽ ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഈ മാവ് വെച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുക. അപ്പം മാവിൻ്റെ എല്ലായിടത്തും എണ്ണ ആയിക്കോളും. ഇനി അത് മൂടി വെച്ചിട്ട് ഒരു ഡബിൾ സൈസായി വരുന്നത് വരെ മാറ്റി വയ്ക്കുക. നല്ല ചൂടുള്ള സമയമൊക്കെ ആണെങ്കിൽ 1 മണിക്കൂറൊക്കെ മതിയാവും. ഇതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ കാണുന്ന എയറൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് അമർത്തി പുറത്തേക്ക് കളയുക. എന്നിട്ട് ഇതൊരു സിലിണ്ടർ ഷേപ്പാക്കി എടുക്കുക. ഇനി ഇത് ഓരോന്നും ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കാം. ഞാനിവിടെ ചെറിയ കുട്ടി കുബൂസായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 45-50 ഗ്രാം വീതം വരുന്ന പീസസ് ആയിട്ടാണ് മുറിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി വലിയ കുബൂസായിട്ടാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ 5 അല്ലെങ്കിൽ 6 പീസസ് ഒക്കെ ആയിട്ട് മുറിച്ചെടുത്താൽ മതി. ഇങ്ങനെ മുറിച്ചെടുത്തത് ഓരോന്നും ഇനി ബോൾസ് ആയിട്ട് ഷേപ്പ് ചെയ്യണം. ഇതേപോലെ തന്നെ ഷേപ്പ് ചെയ്യാം. കഴിയുന്നത് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഷേപ്പ് ചെയ്യാം. അങ്ങനെ ഷേപ്പ് ചെയ്ത് ഓരോന്നും ഒരു ട്രേയിലേക്ക് വെക്കാം. നമ്മൾ ആ ജോയിൻ ചെയ്ത വശം അടിയിലേക്ക് വരുന്ന പോലെയാണ് വെക്കുന്നത്. ഇനി ഈ ബോൾസ് ഒന്ന് ഡ്രൈ ആയി പോയിരിക്കാനായിട്ട് മൂടി വെക്കാൻ വേണം. ഇങ്ങനെ എല്ലാ ബോൾസും ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഷേപ്പ് ചെയ്ത് എടുത്തിട്ട് പരത്തിയെടുക്കണം. നമ്മുടെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി ഒന്ന് വിതറി കൊടുക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോൾ ഉള്ള അടിയിൽ വന്ന ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് വെക്കുന്നത്. കാരണം അവിടെ എന്തെങ്കിലും ക്രാക്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ പരത്തുമ്പോൾ അങ്ങ് സ്മൂത്തായി കിട്ടിക്കോളും. ഇത് ഒരേ കനത്തിൽ തന്നെ പരത്തിയെടുക്കണം. നല്ല സ്മൂത്തായിട്ട് തന്നെ പരത്തിയെടുക്കുക, എങ്കിലാണ് നന്നായിട്ട് ഇത് വീർത്ത് വരുള്ളൂ ചുട്ടെടുക്കുമ്പോൾ. പിന്നെ അധികം കനം കുറഞ്ഞു പോകാനും പാടില്ല, ഒത്തിരിയും കട്ടി കൂടി പോകാനും പാടില്ല. നമ്മുടെ ചപ്പാത്തിയേക്കാളും ഒരല്പം കൂടി കട്ടി ഉണ്ടാവണം. ഇനി ഇത് ചുട്ടെടുക്കാം. ഈ ചുട്ടെടുക്കാനായിട്ട് ഒരു നല്ല കട്ടിയുള്ളൊരു പാൻ ഉപയോഗിക്കുകയാണ് നല്ലത്. കാസ്റ്റ് അയൺ പാൻ ആണെങ്കിൽ ഏറ്റവും നല്ലത്. പാൻ ആദ്യം നന്നായിട്ട് ചൂടാക്കുക. നല്ല ചൂടായി കഴിയുമ്പം തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം. എന്നിട്ട് ഇത് ഓരോന്ന് അതിലേക്ക് വെച്ചു കൊടുക്കുക. ഇത് വെച്ച് ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ ഇതിൻ്റെ ചെറിയ ചെറിയ കുമിളകൾ വന്നു തുടങ്ങും. അപ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. ഇനി ഒരു 20 സെക്കൻഡ് അല്ലെങ്കിൽ 25 സെക്കൻഡ് അത്ര നേരം വെയിറ്റ് ചെയ്യണം. നമ്മൾ ഇതിനു മുമ്പ് ചപ്പാത്തിയും പത്തിരിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ ചെയ്ത ആ ഒരു രീതി തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഒരു 20 സെക്കൻഡ് കഴിഞ്ഞാൽ ഇത് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക. ഈ ഒരു തിരിക്കലിലാണ് കുബൂസ് നന്നായിട്ട് വീർത്ത് വരാൻ തുടങ്ങുന്നത്. ഇപ്പോൾ നന്നായിട്ട് വീർത്ത് വരും. ഇങ്ങനെ വീർത്ത് വരുന്ന വഴിക്ക് അത് എവിടെയെങ്കിലും ഒന്ന് സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിൽ പതുക്കെ ഒന്ന് നമ്മുടെ സ്പാച്ചുല ഉപയോഗിച്ച് അമർത്തി കൊടുക്കുക. അപ്പോൾ അത് വീർത്ത് വന്നോളും. അതുപോലെ എൻ്റെ ആ സൈഡിൽ നിന്ന് പൊട്ടിപ്പോയിട്ട് സ്റ്റീമൊക്കെ പുറത്തേക്ക് പോവുകയാണെങ്കിലും ഇത് വീർത്ത് വരാതിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ പൊട്ടിയ സ്ഥലത്ത് നമ്മുടെ സ്പാച്ചുല കൊണ്ട് പതുക്കെ ഒന്ന് അമർത്തി പിടിച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് വീർത്ത് വന്നോളൂ. ഇതിപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇത് വീർത്ത് വന്നിട്ടുണ്ട്.
ഇതിപ്പോൾ റെഡിയായി കഴിഞ്ഞു. ഇതേപോലെ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. കുബൂസ് എല്ലാം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതിൽ മൈദ ഉള്ളതുകൊണ്ട് ഇത് ഒന്നുകൂടി സോഫ്റ്റാണ്. പിന്നെ ഗോതമ്പ് പൊടിയും കൂടി ചേർന്നിട്ടുള്ളതാണ്, ന്യൂട്രീഷ്യസുമാണ്. കുബൂസ് ഉണ്ടാക്കി അന്ന് തന്നെ സെർവ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എനിക്കിഷ്ടമുള്ള ഗ്രേവിയുടെ ഒപ്പം സെർവ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് സാൻഡ്വിച്ച് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ റോൾസ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ സലാഡ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.